പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയുന്ന നിലയിലുള്ള ഘനമേറിയ കാര്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. ഒരു ഫുഡിന് ടേസ്റ്റ് ഉണ്ടാകേണ്ടതിന് ഉപ്പ് പ്രയോജനമാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന, നമ്മളിൽ മാംസമാകേണ്ടതിന് വെമ്പൽ കൊള്ളുന്ന ദൈവവചനങ്ങളെ കൊണ്ടാണ് വേദപുസ്തകം നിറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടുമുക്കാലും ദൈവവചനം നമുക്ക് പ്രയോജനമില്ലാത്തതാണ് എന്ന് തോന്നുമാറാണ് പലപ്പോഴും നമുക്ക് വായിക്കുമ്പോൾ നാം കരുതുന്നത്. റൈറ്റ്? ബി ഫ്രാങ്ക്. എല്ലാ വചനവും നമുക്ക് മനസ്സിലാകത്തില്ല. എല്ലാ വചനവും നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് പോലും തോന്നത്തില്ല. എന്നാൽ ഇത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതും മനുഷ്യരിൽ ഒരു കാലത്ത് അപ്ലൈ ആയതുമായതിനാൽ, അല്ലെ ഇനി അപ്ലൈ ആകേണ്ടതിന് എഴുതിയിരിക്കുന്നതിനാൽ നമുക്കതിൽ ഒരു ഫൈബർ പോലും വിടാനില്ല. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അങ്ങ് സ്വർഗത്തിൽ കാണാത്ത ലോകത്ത്, ആത്മലോകത്ത് വസിക്കുന്ന ദൈവത്തെ ഈ കൊച്ചു ലോകത്ത്, കാണുന്ന ലോകത്ത്, പരിമിതമായ ലോകത്ത് കണക്ട് ചെയ്യുന്ന ലാഡറിൻ്റെ പേരാണ് വിശ്വാസം. ആമേൻ. സ്വർഗത്തെ ഭൂമിയുമായി കണക്ട് ചെയ്യുന്ന കോവേണിയാണ് വിശ്വാസം. ആമേൻ. പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. എന്നാൽ വിശ്വാസത്തിന് ഒരു ക്രിയാത്മകതയുണ്ട്, ഒരു ചലനമുണ്ട്. ഫെയ്ത്ത് ഈസ് ലിവിങ്. സ്തോത്രം. നമ്മുടെ സൺഡേ സ്കൂളിനായി, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി, ടീച്ചേഴ്സിനായി, അവരുടെ പേരൻസിനായി ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. I sometimes get the feedback. I get great feedbacks. All Sunday school teachers, I salute you. As I minister unto the church, you are ministering to same way into individuals. But they are found 1 year, 2-year-old or 18-year-old. Same thing you are doing. You are doing a great job. പ്രത്യേകിച്ച് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ലോവർ ലെവലിൻ്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ആകത്തുള്ളൂ. വളരെ സിമ്പിളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ചർച്ചിൽ വരുന്നു, അതിനൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ മൺഡേ ടു സാറ്റർഡേ, സൺഡേ ഈ വിശ്വാസം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ദൈവികത വെളിപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ടാണ് ഒരേ ചർച്ചിൽ ഒരേ അപ്പം കഴിച്ച് ഒരേ വീഞ്ഞ് കുടിക്കുന്നവരുടെ ഇടയിൽ വിശ്വാസത്തിന് ഡിഫറൻഷിയേഷൻ ഉള്ളത്. സ്വതന്ത്രം. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഫൈബേഴ്സ്, അതിൻ്റെ നാരിഴ ഒന്ന് കീറുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ടു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിർണയം, നിശ്ചയം, കൺക്ലൂഷനുമാകുന്നു. പക്ഷെ നമ്മളൊരു വേറൊരു ഡെഫിനേഷൻ ഇട്ടു. വിശ്വാസം എന്നതോ പ്രയർ ഗാർഡിൻ്റെ ഡെഫിനേഷൻ എന്താ? വിശ്വാസം എന്നതോ പറയുന്ന ആൾ ഉറക്കെ പറയുകയും അത് പൂർണ്ണമായി പറയുകയും ചെയ്യുക. കണ്ടോ? ഇത് പറയാൻ പോലുള്ള വിശ്വാസം. പറയൂ, കേൾക്കട്ടെ. വിശ്വാസം എന്നതോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആശയിൽ നമുക്കുള്ള ഉറപ്പ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആശയിൽ നമുക്കുള്ള ഉറപ്പ്. ഉറപ്പ് നമ്മുടേതാണ്, ഉറപ്പ് ദൈവത്തിലാണ്. പക്ഷേ ആശയും ദർശനവും ദൗത്യവും എല്ലാം ദൈവത്തിൻ്റെതാണ്. അതിനാൽ എന്ത് കാര്യവും വിശ്വസിക്കുന്നതിന് മുമ്പ് അത് ദൈവത്തിൽ നിന്നാണോ എന്നാദ്യം തീരുമാനിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിങ്ങളുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ദൈവത്തോട് ആദ്യം ചോദിക്കണം, ഈസ് ഇറ്റ് ഫ്രം ഗാഡ്? ദൈവം അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളിന്ന് എന്താ പാടിയേ? നിന്റെ ഹിതം. കണ്ടോ, പഴയ പിതാക്കന്മാർ എഴുതിയ പാട്ടാ. അതാണ് ദൈവഹിതമാണോ അത്? ഹലോ, ഈസ് ഇറ്റ് ദ വിൽ ഓഫ് ഗാഡ്? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശയിലുള്ള ഒരു പാർട്ടാണോ? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശയിലെ ആ ബുക്കിലെ ഒരു ചാപ്റ്ററാണോ അത്? എങ്കിൽ നീ അതിനു വേണ്ടി നിന്നാൽ അത് നടന്നിരിക്കും. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എന്നിട്ട് പറയുകയാണ്, ഈ നിങ്ങളിപ്പോൾ കാണുന്നതും അനുഭവിക്കുന്നതും തൊടാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും ഭക്ഷിപ്പാൻ കഴിയുന്നതും കുടിപ്പാൻ കഴിയുന്നതുമായ എല്ലാ കാണുന്ന വസ്തുക്കളും കാണുന്ന തലമല്ല. കാരണം അത് ഉളവാകാനുള്ള കാരണം കാണുന്ന തലമല്ല എന്നു വരേണ്ടതിന്. അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു 2ാമത്തെ വാക്യമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വിട്ടുകളയരുത്, കാണാൻ പഠിക്കല്ല വേണ്ടത്, ഇതിനെ മെഡിറ്റേറ്റ് ചെയ്യണം. ഈ കാണുന്ന ലോകം ആരാ? ഇവിടെ ഇരിക്കുന്ന ജൂലി, ജസ്വിൻ, ജെയിൻ, നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. കോപിഷ്ഠനായ മാനേജർ, കോപിഷ്ഠനായ ക്ലാസ് അധ്യാപകൻ നീ ജയിക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്ന കാര്യം. എന്നോട് അങ്ങനെ 2 അധ്യാപകർ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് ഒരു പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വെറുതെ അല്ല, തലയിൽ കൈവച്ച് പറഞ്ഞു, നടക്കലെന്ന് പറഞ്ഞു, നീ ജയിക്കലെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ പാസ് ഔട്ട് ചെയ്യലെന്ന് പറഞ്ഞു. ഗുരുതക്കേടെൻ്റെതാ, നല്ല കാരണമുണ്ട് പുള്ളി ഇങ്ങനെ പറയാൻ. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞു. 1072 പേരുള്ള ക്ലാസ്സിൽ, പ്രത്യേകിച്ച് മിക്സ് ബോയ്സ് ഗേൾസ് പഠിക്കുന്ന ക്ലാസ്സിൽ അന്ന് എനിക്ക് ഒരു ചിന്തയും തോന്നിയില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിൻ്റെ തലമേ കയറിയിരുന്നെങ്കിൽ വലിയ പ്രയാസമായിരുന്നേനെ. സ്തോത്രം, ഗ്ലോറി. നിങ്ങൾക്കറിയാമോ, ആ എക്സാമിൽ ഞാൻ പാസ്സായി. ഞാനേ പാസ്സായുള്ളൂ. എൻ്റെ കൂടെ എൻ്റെ പേരുടെ ഒരുത്തനും കൂടെ, 2 ജെയിംസ്. ഗ്ലോറി. റിസൾട്ട് മേടിക്കാൻ ഞാനല്ല പോയത്, റേച്ചലാണ് പോയത്. റിസൾട്ട് മേടിച്ചതിന് ശേഷം 1 വർഷം 1.5 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അവനോട് പറഞ്ഞു, എനിക്ക് അന്നേ അറിയാമായിരുന്നു നീ ജയിക്കുമായിരുന്നു. 2 കൈയും തല വെച്ച് നീ പാസ്സാകത്തില്ലെന്ന് പറഞ്ഞ മാസ്റ്ററാ. സ്തോത്രം. കാണുന്ന എൻ്റെ പാസ് എന്ന വിശ്വാസത്തിൻ്റെ തലം ഉളവായത് ആ പ്രിൻസിപ്പൽ സൈൻ ചെയ്തതുകൊണ്ടല്ല. അദൃശ്യ ലോകത്തിൽ, കാണാത്ത ലോകത്തിൽ നിന്ന് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു അവനെ പാസ്സാക്കിയേ പറ്റൂ. പിടിയോ? അപ്പം നിന്റെ പ്രൊമോഷൻ വരേണ്ടത് മാനേജറിൽ നിന്നല്ല, മാനേജർ ത്രൂ ആ, മാനേജർ ലാസ്റ്റ് ചെയിൻ. നിന്റെ വിസ വരേണ്ടത് നിനക്ക് ഞാൻ തരൂടാന്ന് പറയുന്ന അദ്ദേഹത്തിലല്ല. അതുകൊണ്ട് നീ അവനെ മൈൻഡ് ചെയ്യണ്ട. അവൻ്റെയും പിന്നിൽ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, തിരിക്കുന്ന ഒരു അദൃശ്യ ലോകമുണ്ട്, ഒരു ദൈവമുണ്ട്. അവിടെയാണ് നിനക്ക് പിടിയുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണോ മനസ്സിലാകാത്തതുകൊണ്ടാണോ ഞാൻ നിങ്ങളുമായി കണക്ട് ചെയ്യുക? നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് കാണുന്ന ലോകമല്ല, അതിന് പിൻപിലുള്ള കാണാത്ത ലോകമാണ്. ഈ കാണുന്നത് മുഴുവനും ഉളവായത് കാണുന്ന ലോകത്തിൽ നിന്നല്ല, കാണാത്ത. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച വേദപുസ്തകം പഠിച്ചാൽ സ്വർഗത്തിൻ്റെ ഒരു ഡീറ്റോ കോപ്പിയാണ്. സ്വർഗത്തിലുള്ളതൊക്കെ ഭൂമിയിലുണ്ട്. ഭൂമിയിലുള്ളതെല്ലാം സ്വർഗത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്വർഗത്തിലുള്ളത് എല്ലാം ഭൂമിയിലുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാൽ ഭൂമിയിൽ കാണുന്ന മിക്കതും സ്വർഗത്തിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന പറവകൾ സ്വർഗത്തിലുണ്ട്. അനന്തരം ഞാനൊരു കഴുകൻ പറക്കുന്നത് കണ്ടു. ഭൂമിയിലുള്ള മൃഗങ്ങൾ, അതിന് സിംഹത്തിൻ്റെ തല, അതിന് കാളി അവിടെ ഉണ്ട്. സ്തോത്രം. അവിടെ വലിയ നദികളും പുഴകളുമുണ്ട്. ഞാനൊരു കണ്ണാടിക്കൊത്ത പളുങ്ക് കടൽ കണ്ടു. ഞാൻ ജീവന്റെ വൃക്ഷങ്ങളുണ്ട്. ഗ്ലോറി.
ഗ്ലോറി. സ്വർഗത്തിലുള്ളതെല്ലാം ഭൂമിയിലുണ്ടോ എനിക്കറിയത്തില്ല, ഭൂമിയിലുള്ളതെല്ലാം സ്വർഗത്തിലുണ്ടോ എനിക്കറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലുള്ള പലതും ഭൂമിയിലുണ്ട്. അപ്പൊ കാണാത്ത സ്വർഗത്തിൽ നിന്നാണ് കാണുന്ന ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിപ്പ് കൊണ്ടുവന്നതെന്നാണ് ഈ വചനം പറയുന്നത്. ഭൂമിയിൽ മനുഷ്യനുണ്ട്, അവൻ സ്വർഗത്തിലുണ്ട്. ഉണ്ടെന്നേ, സ്വർഗത്തിലൊരു മനുഷ്യനുണ്ട്. ഒരുവൻ കഴുകന്റെ മുഖം, മറ്റൊരുവന് കാളയുടെ മുഖം, മറ്റൊന്ന് സിംഹത്തിന്റെ മുഖം, മറ്റൊന്ന് മനുഷ്യന്റെ മുഖം. ഗ്ലോറി, ഗ്ലോറി. അവിടെ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്, അവിടെ ഡൊമൈനും ഡൊമീനിയനും ഉണ്ട്, അവിടെ ത്രോൺസ് ഉണ്ട്, അവിടെ പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട്, അവിടെ അതോറിറ്റീസ് ഉണ്ട്, അവിടെ എല്ലാം ഉണ്ടെന്നേ. അതിൻ്റെ ഒരു ഡിറ്റോയാ ഇവിടെ. സ്വതന്ത്രം. കഴിഞ്ഞ ദിവസം, എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇഷ്ടമല്ലെങ്കിലും കഴിഞ്ഞ ദിവസം കാണാനിടയായി, ട്രംപും സെലൻസ്കിയും തമ്മിൽ പബ്ലിക് മീഡിയയുടെ മുൻപിൽ വാസ്തവത്തിൽ ഒരു രീതി പറഞ്ഞാൽ തല്ലുകൂടുന്ന കണ്ടു. അപ്പോൾ ട്രംപ് പറയാ, യു ഡോണ്ട് ഹാവ് എനി കാർഡ്സ് എന്ന് പറഞ്ഞാൽ, നീ മെഷേർഡായി, നിനക്ക് ഇനി എൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി എന്ന് പുള്ളി നേരെ പറഞ്ഞു, പൊളിറ്റിക്കൽ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് എനി കാർഡ്സ് ടു ഗെറ്റ് എ ഡീൽ. അവിടെ ഞാൻ പറഞ്ഞ കേട്ടല്ലേ പറ്റൂ. അങ്ങനെ കാർഡ്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രൊമോഷന് കാർഡ്സ് ഇല്ല, വിസയ്ക്ക് കാർഡ്സ് ഇല്ല, ജയിക്കാൻ വലിയ മാർഗമൊന്നുമില്ല, കഴിക്കാൻ ആഹാരത്തിനൊന്നും വക കാണുന്നില്ല. അദൃശ്യ ലോകത്ത് നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഒന്ന് ആരാധിച്ച്, നിങ്ങൾ ആ വെളിപ്പാടിനെ ഒന്ന് ആരാധിച്ച്. നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നേ? ദൈവത്തെ കുറിച്ചുള്ള അറിവിനെ ആരാധിക്കണം. ഉണ്ട് 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 ഉണ്ട്. ഞാൻ എഴുന്നേൽപ്പിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പേരും എഴുന്നേറ്റ് പറയും, ഒരു കാലത്ത് എനിക്ക് ദൃശ്യമണ്ഡലത്തിൽ നിന്ന് ഒരു ഹോപ്പുമില്ലായിരുന്നു, ഒരു ഫെയ്ത്തിന്, വിശ്വാസത്തിന് കാരണമുള്ള ഒന്നുമില്ലായിരുന്നു. എന്നാൽ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് അദൃശ്യനാം ദൈവം എനിക്ക് വേണ്ടിയത് ദൃശ്യമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു. ഒന്ന് സ്തോത്രം ചെയ്തത്. എന്ത് രസമാ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. വിശ്വാസമുണ്ടല്ലോ, അധ്വാനമില്ലാത്തതൊന്നുമല്ല. വിശ്വസിക്കുന്നവൻ ഒത്തിരി അധ്വാനം കൂടുതലാണ്. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി വേണം. 1-2 പേരാണ്, 10-40 ലക്ഷം ജനങ്ങളാണ്, 6000 പുരുഷന്മാർ. അത് 20 വയസ്സിന് മേലിൽ ഉള്ള പുരുഷന്മാർ 6000 എണ്ണം. അതിലും താഴെ 19 താഴെ അണ്ടർ 20 അത്രയെങ്കിലും കാണും. എല്ലാ ദേശത്തും രാജ്യത്തും. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 40% യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് 50% ആയാൽ ആ രാജ്യം ബ്ലസ്ഡ് ആയെന്നാണ് ലോകം പറയുന്നത്. അപ്പം അത്രയും കുഞ്ഞുങ്ങൾ കാണും. സ്ത്രീകളുടെ എണ്ണം, പെൺകുട്ടികളുടെയും സ്ത്രീകളുടെ 20 വയസ്സിന് താഴെയുള്ളവരുടെയും മേലുള്ള എണ്ണം എഴുതിയിട്ടേ ഇല്ല. ഇന്നത്തെ പോലെ 1-2 ആണോ, 10-12 ആണോ അല്ലേ കുഞ്ഞുങ്ങൾ. സ്തോത്രം. ഞാൻ പിന്നെ 40 ലക്ഷം എന്നങ്ങ് പറഞ്ഞതാണ്. 40 ലക്ഷം പേര് പറയാം, ഞങ്ങൾക്ക് എന്ത് വേണം? ഇറച്ചി വേണം, മാംസം. സംഭവം പോയോ? വിട്ടുപോയോ? നമുക്കെന്ത് വേണം? എവിടെ വെച്ചാ പറയുന്നേ? വേട്ടയാടിയാൽ പോലും ഇവർക്ക് മുഴുവനുള്ള ഇറച്ചി കിട്ടത്തില്ല. ഇവരുടെ ഉള്ള ആയുധം എന്തോ അമ്പും വില്ലും വാളും ഒക്കെ, അതുപോലും വളരെ കുറച്ചേ കാണത്തുള്ളൂ. മിസ്രൈമിലുള്ള ആയുധം കുറച്ച് ഇവരുടെ ഉണ്ട്. ഇതുകൊണ്ട് വേട്ടയാടി പിടിക്കാൻ നോക്കിയാൽ മണ്ണ് വാരി തിന്നേ ഉള്ളൂ. ഇവർ മോശയോട് പറഞ്ഞപ്പോൾ, മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ, മോശ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വാചകം കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. കർത്താവേ, ഇവർ മാംസം വേണമെന്ന് പറയുന്നു. ഇതുങ്ങൾക്ക് എവിടെ നിന്ന് ഞാൻ മാംസം കൊടുക്കും? എടാ, നിന്നോട് ആര് പറഞ്ഞു തല കയറ്റി വെക്കാൻ? പിടിയോ? നമ്മുടെ പ്രശ്നം ഇതാ, വീസ വേണം. ഞാൻ എവിടെ നിന്ന് വീസ? എടാ, നിന്നോട് ആര് പറഞ്ഞതിനെ പറ്റി തല കയറ്റി വെക്കാൻ? കർത്താവ് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങളുടെ വിഷയം എന്താന്നേ? നിങ്ങളുടെ തലയുടെ വേദനയുടെ കാരണം എന്താന്നേ? രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് വിറയ്ക്കാനും കുറച്ചു നേരം വെള്ളം കുടിച്ചിട്ട് പിന്നെ മൂത്രം ഒഴിച്ചിട്ട് കിടക്കാനും കാരണം എന്താന്നേ? ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്താ? അത് നിന്നോട് പൊക്കാൻ ആര് പറഞ്ഞു? പൊങ്ങാത്തതാ. ഇനി കേട്ടോ, അതിൻ്റെ ഒരു എൻജിനീയറിങ് കേട്ടോ. ദൈവം പറഞ്ഞു, ഞാൻ കൊടുക്കാം. അവിടെ 3 നേരം കൊടുക്കും.
ഒന്നോ രണ്ടോ ചിക്കൻ പീസല്ല, ഞാൻ അവരുടെ കഴുത്ത് വരെ ഛർദ്ദിക്കത്തെ കൊണ്ടും കൊടുക്കും. നീ എന്താ വിചാരിച്ച്? ഒരു പ്രാവശ്യമല്ല, 40 വർഷം കൊടുക്കാം, റെഡിയാ. നമ്മൾ ഈ വിളിക്കുന്നത് ആരെയാണെന്നറിയോ? എടാ കേക്ക്, അവിശ്വാസി കേക്ക്. അരിയില്ലെന്ന് പറയുമ്പോ റൈസ് മില്ല്, അരിമില്ല് തരുന്നോ നമ്മുടെ ദൈവം? അയ്യോ, ദൈവത്തിന് കഴിയത്തില്ലേ? നിന്റെ വിഷയം, നീ അനുഭവിക്കുന്ന വിഷയം ദൈവത്തിന് കഴിയത്തില്ലേ? ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിനെ വിശ്വാസത്തിൽ വേണം ആരാധിക്കാൻ. കാരണമായത് ഉളവാകാൻ കാരണം അല്ല, കാണുന്ന ലോകം ഉളവാകാൻ കാരണം ദൃശ്യമായതല്ല. അവിടെയല്ലേ നമ്മുടെ പ്രശ്നം. നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യമായതിൽ നിന്ന് വിശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. അമ്മാച്ചനോട് ചോദിച്ചാൽ പുള്ളി തരുമായിരിക്കും. അമേരിക്കയിലുള്ള ഉപ്പാപ്പനോട് ചോദിച്ചാൽ പുള്ളി വേഗം ഇത്ര $1 അയച്ചു തരുമായിരിക്കും. ഇവിടെ പ്രോബ്ലം. ഇവിടെ മുഴുവൻ ഹോപ്പും ആ പുള്ളി തലക്കെടുത്ത് ഓട്ടിക്കളയും. പുള്ളി നമ്മുടെ ഫോൺ പോലും എടുക്കത്തില്ല. കാരണം കാണുന്ന ലോകമല്ല കാരണമാകേണ്ടത്. വിശ്വാസി, നിന്റെ വിഷയത്തിന് മറുപടി ആകേണ്ട കാരണം ദൃശ്യലോകമല്ല, NHS അല്ല, ഹോം ഓഫീസ് അല്ല, യുണൈറ്റഡ് കിങ്ഡംസ് ഗവൺമെന്റ് അല്ല. ഗ്ലോറി പറഞ്ഞ് നീ വിളിക്കുന്ന ഗവൺമെന്റ് അദൃശ്യ ലോകത്തിലെ ഗവൺമെന്റാ. നീ വിളിക്കുന്ന പ്രസിഡന്റ് അദൃശ്യ ലോകത്തിലെ പ്രസിഡന്റാ. സങ്കീർത്തനക്കാരൻ അത് വെളിപ്പാടിൽ എഴുതി, ലിവ്യാതാന്റെ തല തകർത്തു. ഈ സാധനം എന്താണെന്ന് ഇന്നു വരെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ബെഞ്ചമിൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് അണ്ടകടാകത്തിൽ പോലും കൊള്ളാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ബെഞ്ചമിൻ നിങ്ങൾ ചോദ്യത്തിനിരിക്കണം, എന്നാലും അറിയാം എന്തൊക്കെയാണ് അവളുടെ മനസ്സിൽ കൂടി പോകുന്നത്. ലിവിയാതാൻ ഒറ്റ മനുഷ്യൻ ഇതിനെ കണ്ടിട്ടില്ല. ഇതുണ്ടോ ഇല്ലയോ അറിയത്തില്ല. ജൂയിഷ് മിത്ത് പറയുന്നത് ഒരാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അതിലൊന്നിനെ ദൈവം അങ്ങ് തട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ഇത് പെറ്റുപെരുകി കടലും മുഴുവൻ വിഴുങ്ങി മനുഷ്യനെ വിഴുങ്ങാതിരിക്കാൻ വേണ്ടി ജൂയിഷ് മിത്താണ്, വേദോസം പറയുന്ന ഒന്ന് തന്നെ. ഒന്ന് ശേഷിച്ചിരിപ്പുണ്ട്, അത് സമുദ്രത്തിൻ്റെ അഗാധത്തിലുണ്ട്. മശിഹ വന്ന മശിഹായുടെ ഒന്നാമത്തെ വിരുന്നിൽ ഒരു വേറൊരു മൃഗമുണ്ട്, പടുകൂറ്റൻ കാള, തടിപ്പിച്ചൊരു കാളയുണ്ട് അവരുടെ മിത്തിൽ. ആ കാളയെയും ഈ ലിവ്യാതാനെയും ഒരുമിച്ച് കണ്ടിച്ച് അതിൻ്റെ മാംസമായിരിക്കും എല്ലാ ദൈവമക്കൾക്കും കൊടുക്കുന്നൊരു മിത്ത് അവരുടെ ഇടയിലുണ്ട്. എന്താണ് മിത്താണ്, ഇതുകൊണ്ട് പോകരുതാരും. വിഷയം അതല്ല. പക്ഷെ അതിനകത്തൊരു സംഭവമുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ എഴുതുന്നതിന് മുമ്പ് ഈ സംഭവത്തെ ആരും കണ്ടിട്ടില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആദ്യം എഴുതിയേക്കുന്നത് അല്ല, ഉൽപ്പത്തി തന്നെയാണ്. സങ്കീർത്തനക്കാരന് പിൻപ് ഇതിനെ ആരും കണ്ടിട്ടില്ല. റെഡി? പക്ഷേ സങ്കീർത്തനക്കാരൻ വെളിപ്പാടിൽ പറയുന്നു, ലിവ്യാതാന്റെ തല തകർത്തു, കാടപ്പക്ഷികളെ അതിൽ നിന്നുളവാക്കി, അതിനെ ജീവിപ്പിച്ചു, ചിറവ് കൊടുത്തു, കിഴക്കൻ കാറ്റിൽ GPS ഡയറക്റ്റ് ചെയ്ത് മരുഭൂമിയിൽ ഓരോ കൂടാരത്തിൻ്റെയും അരികിൽ അതിനെ പറത്തി 2 മുഴം നീളത്തിൽ നിർത്തി. പ്രാർത്ഥന വിഷയം എന്തായിരുന്നു? ഞങ്ങൾക്കാരും മാംസം, ഈ 40 ലക്ഷം ജനങ്ങൾക്ക് മാംസം കിട്ടിയത് അങ്ങ് പോട്ടെ. അത് ഫാറ്റ്ലെസ് മീറ്റാണ്. ഈ കോയിലിൻ്റെ മീറ്റ്, കാടപ്പക്ഷിയുടെ മീറ്റാണ് ഏറ്റവും ലോകത്തിലെ നല്ല മീറ്റ് എന്ന് പറയുന്നത്. ഫാറ്റ്ലെസ് ആണ്. അതും അങ്ങ് പോട്ടെ. ഇതെത്രയും കോടിക്കണക്കിനുണ്ടായിരുന്നു, അതും പോട്ടെ. ഇതെല്ലാം ഇമ്പോസിബിളായ കാര്യമാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ കുഞ്ഞു കാര്യം പറയാം.
ദൈവം ഈ മീറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ, മാംസം കൊടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാംസമായിട്ട് അറുത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ ചൂടേറിയ മരുഭൂമിയിൽ ഒരു നേരത്തേക്കുള്ളും നിൽക്കത്തില്ല. ഹലോ, അവർക്ക് ഫ്രിഡ്ജില്ലല്ലോ. പോട്ടെ, ഈ 40 ലക്ഷം ജനങ്ങൾക്ക് 200 ഗ്രാം കാട, ഇത് ലോജിസ്റ്റിക് വേറൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവരണം. എത്ര ട്രെയിൻ വേണ്ടി വരുന്നറിയോ? അത് രാവിലെ വേറെ, ഉച്ചയ്ക്ക് വേറെ, ഉച്ചയ്ക്ക് വേറെ, വൈകുന്നേരം വേറെ, പിറ്റേ ദിവസം രാവിലെ, ഉച്ചയ്ക്ക്, ഇങ്ങനെ പോവുക. ഹലോ, പ്ലെയിനോ കപ്പലോ ട്രെയിനോ ബസ്സോ എൻ്റെ പൊന്നെ തികയത്തില്ല. 40 ലക്ഷമാണ്, 4000 അല്ല ജനങ്ങൾ. അപ്പോൾ ലോജിസ്റ്റിക് ഇമ്പോസിബിളാണ്, റെഫ്രിജറേഷൻ ഇമ്പോസിബിളാണ്. ഈ മീറ്റ് നല്ലതല്ലെങ്കിൽ ആളുകൾ കഴിച്ചെത്തുമോ? അത് ഇമ്പോസിബിളാണ്. ദൈവം കൊടുത്തപ്പോൾ ജീവനുള്ളതിനെയാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം വേണ്ടത് പിടിച്ചാൽ മതി, വേണ്ടാത്തത് പറന്ന് പോക്കോട്ടെ, പിന്നെ വരുമല്ലോ. പിടിയോ? അപ്പോൾ ആവശ്യത്തിന് കൺസംഷൻ. നാളെ പിന്നെ വരുമെന്ന്, ഉച്ചയ്ക്ക് പിന്നെ വരുമെന്നേ. നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ ദൈവത്തിൻ്റെ ഓർഗനൈസേഷൻ നോക്കി. ഇനി ഞാൻ പറയാൻ വരുന്നതല്ല, കാട ദൃശ്യമായതാണ്. അവർ പിടിച്ചെന്നും അറുത്തെന്നും കഴിച്ചെന്നും എഴുതിയിട്ടുണ്ട്. പക്ഷെ ലിവ്യാതാൻ അദൃശ്യമായതാണ്. അപ്പോൾ ദൈവത്തിന് എപ്പോഴും നീ ഒരാളാകട്ടെ, നീ 1,00,000 പേരാകട്ടെ, നിനക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ ദൃശ്യലോകത്തിൽ ഇല്ലെങ്കിൽ പോലും അദൃശ്യ ലോകത്തിലുണ്ട്. ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും, ആകാശത്തിൻ്റെ ഉയർച്ചയിലായിരിക്കും, ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരിക്കും. ദൈവം അതിനെ കൊണ്ടുവരുവാൻ അനുകൂലവാദിയും ശക്തനും ഉത്തരവാദിയും താല്പര്യമുള്ളവനുമൊക്കെ ആകയാൽ നീ വിശ്വാസത്താൽ ദൃശ്യമായ ലോകത്തിന് കാരണം അദൃശ്യ ലോകമാണ്, ദൃശ്യമായതല്ല എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് മുന്നേറിയാൽ നിനക്ക് എന്ത് കാര്യവും വിശ്വാസത്താൽ നേടുവാൻ കഴിയും. ആമേൻ. ഗ്ലോറി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, രണ്ടാമത്തെ വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ, ലോകം ഈ കാണുന്ന മുഴുവനും, നീ തൊടുന്ന മുഴുവനും ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന്, ഉളവാക്കപ്പെട്ടു, സൃഷ്ടിക്കപ്പെട്ടു, നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതും നാം വിശ്വാസത്താൽ അറിയുന്നു. എനിക്ക് വേണ്ടത് വെള്ളമാണ്, അതിനൊരു സാധ്യതയുമില്ല, പക്ഷെ വിശ്വാസത്താൽ അത് സംഭവിക്കും. എനിക്ക് വേണ്ടത് അല്പം ധാന്യങ്ങളാണ്, ബ്രെഡാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. എനിക്ക് വേണ്ടതൊരു ജോലിയാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. എനിക്ക് വേണ്ടത് അല്പം ശമ്പളത്തിൻ്റെ വർധനവാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. എനിക്ക് വേണ്ടതൊരു വിസയാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. എനിക്ക് വേണ്ടതൊരു അനുകൂല റിപ്പോർട്ടാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. എനിക്ക് വേണ്ടത് പ്രൊമോഷനാണ്, അത് വിശ്വാസത്താൽ. കമോൺ പീപ്പിൾ, എനിക്ക് വേണ്ടത് രോഗസൗഖ്യമാണ്, അത് വിശ്വാസത്താൽ സംഭവിക്കും. ദൃശ്യലോകത്തിൽ മരുന്ന് കണ്ടുപിടിച്ചില്ലാത്ത, ദൃശ്യലോകത്തിൽ കാരണം കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ദൃശ്യലോകത്തിൽ പേര് പോലും അറിയാത്ത രോഗത്താൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അദൃശ്യ ലോകത്തിൽ നിന്ന് അതിൻ്റെ സൗഖ്യം അദൃശ്യനായ എൻ്റെ ദൈവത്താൽ എനിക്ക് വരുന്നു. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. മോശയ്ക്ക് അത് ഭയങ്കര ഭാരമല്ല. ദൈവത്തിന് ഒരു ഭാരവും ഇല്ല. ദൈവത്തിന് അത് ഒരു ഭാരവുമില്ല. ദൈവത്തിനത് പ്രശ്നമേ അല്ല. നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ലിവിയാതാൻ്റെ തലയെ നിനക്ക് വേണ്ടി തകർക്കുവാനും കൂടെ അവൻ ശക്തനാണ്. ലിവിയാതാൻ ഒരു അനുകൂല ജീവിയാണോ എനിക്കറിയത്തില്ല, ഒരു പ്രതികൂല ജീവിയാണോ എനിക്കറിയത്തില്ല. എന്നാലും ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഉന്നതമായതാണ്. അതിനെ നിനക്ക് വേണ്ടി കുരുതി കൊടുക്കുവാൻ, അതിനെ നിനക്ക് വേണ്ടി പകരം കൊടുക്കുവാൻ, അതിനെ നിനക്ക് വേണ്ടി മറുവിലയാക്കുവാൻ, നീ ആഹരിച്ച് സന്തോഷിക്കേണ്ടതിന്, നീ കുടിച്ച് സന്തോഷിക്കേണ്ടതിന്, നീ ധരിച്ച് സന്തോഷിക്കേണ്ടതിന്
ദർശിക്കേണ്ടതിന്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കർത്താവ് സമാഗമന കൂടാരം ഉണ്ടാക്കാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ തഹശ് തോൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങണം. എന്താണ് ഈ തഹശ് തോൽ? ബാഡ്ജസ് ലെതർ, ഡോൾഫിൻ സ്കിൻ എന്നൊക്കെയാണ് പല ട്രാൻസ്ലേഷൻ. ഇമാർക്ക് എന്തോന്ന് എത്തുമിടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യഹൂദന്മാർ പറയുന്നത് അത് അന്നുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ഒരു ജീവിയാണെന്നാണ്. ഇനി എന്തോന്നൊരു പിടിയിടിയോ? ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. സമാഗമന കൂടാരം പഞ്ഞിനൂലാൽ പൊതിഞ്ഞിരിക്കുകയാണ്. റൂഫ് പഞ്ഞിനൂലാണ്. ആ പഞ്ഞിനൂലിന്റെ മുകളിൽ മഞ്ഞടിക്കാതിരിക്കാൻ വേണ്ടി തഹശുതോൽ. ഇതെന്തോ സാധനം? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇന്ന് വരെ ഒരു സയൻറ്റിസ്റ്റും ഒരു തിയോളജിനും ഇതെന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ചോദ്യം, അത് വന്നോ? അത് ഉണ്ടായിരുന്നോ? അവരതിനെ റൂഫാക്കി മാറ്റിയോ? അനേക വർഷങ്ങൾ, 420 വർഷത്തെ എങ്ങാണ്ട് ഏജാണ് ഒന്നാമത്തെ ദൈവിക ആലയത്തിനുണ്ട്. 420 വർഷം ആ തോലുണ്ടായിരുന്നു. ഗ്ലോറി. കാണണമെന്ന് നിർബന്ധമില്ല. ഒന്ന് പറഞ്ഞേ, എൻ്റെ പരിഹാരത്തെ ഞാനിപ്പോൾ കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഒന്ന് പറഞ്ഞേ. എൻ്റെ വിടുതൽ ഞാനിപ്പോൾ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. എൻ്റെ സൗഖ്യം ഞാനിപ്പോൾ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആമേൻ. എൻ്റെ വേദന ഇതിനു മുമ്പ് വേറെ ഒരാളുടെ ശരീരത്തിൽ നിന്നും മാറിയെന്ന് എനിക്ക് അറിയേണ്ട എനിക്കൊരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല വിഷയത്തിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അല്ലേ? പലപ്പോഴും അങ്ങനെയുള്ള ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒന്ന് സൗഖ്യമായിരുന്നെങ്കിൽ, അല്ലേ? രണ്ട് സോണി ഇവിടെ ഇരിക്കുന്നു. നാട്ടിൽ നിന്ന് ഡയബറ്റിക് ഉള്ളവനായി 1 കിലോ ഗുളികയുമായിട്ടാണ് വന്നത്. ഇവിടെ വന്ന് 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡയബറ്റിക് ഇല്ല. ഗുളിക ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കിയോ? ഉളവാക്കിയില്ല. വേറെ ആരുടെങ്കിലും ഡയബറ്റിക് സൗഖ്യമായോ? അപ്പം ഇതിനൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. ഒരു സാക്ഷ്യവും വേണ്ട. ദൃശ്യലോകത്തിൽ നിന്നൊന്നും കേൾക്കാൻ വേണ്ടാന്ന്, ദൃശ്യലോകത്തിൽ നിന്നൊന്നും കാണാൻ വേണ്ടാന്ന്. ഇതിനു മുമ്പ് നടന്നു പോയവർ, എനിക്ക് മുൻപാകെ പോയവരുടെ അനുഭവം എനിക്ക് അറിയത്തില്ലെന്ന്. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിടുതൽ, എൻ്റെ സൗഖ്യം, എൻ്റെ പരിഹാരം, എൻ്റെ ഉത്തരം, എൻ്റെ നന്മ, എൻ്റെ ആശീർവാദം, എൻ്റെ അനുഗ്രഹം അദൃശ്യ ലോകത്തിൽ നിന്ന് എൻ്റെ വിശ്വാസ ലോകത്തിൽ കൂടി എൻ്റെ കാഴ്ചയുള്ള ലോകത്തിലേക്ക് വരുന്നു. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇത് നിങ്ങളൊന്ന് പേഴ്സണലൈസ് ചെയ്യണം കേട്ടോ. പേഴ്സണലൈസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറയപ്പോലെ ഒരു സാധ്യതയും ഇല്ല, എന്നാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. കാണുന്ന ലോകത്തിൽ ആ സാധ്യത ഇല്ലാത്തത്, കാണാത്ത ലോകത്തിൽ 100% സാധ്യതയാണ്. പിടിയോ? ആമേൻ. ഇപ്പോൾ ദൃശ്യമായത് കാണുന്ന ലോകമല്ല അതിന് കാരണമെന്ന് വന്നെങ്കിൽ, ഇനി വരാൻ പോകുന്ന ദൃശ്യമായ ലോകവും കാണുന്ന ലോകമല്ല കാരണമാകാൻ പോകുന്നത്. പിടിയോ? മനസ്സിലായില്ല? നമ്മൾ അനുഭവിക്കുന്ന ദൃശ്യമായ ലോകം, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്ന ദൃശ്യമായ ലോകം, അതിന് കാരണം അതിനു മുമ്പ് ഒരാൾ അങ്ങനെ കടന്നുപോയതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ദൃശ്യമായ ആ അനുഭവങ്ങൾ ഇപ്പോൾ അദൃശ്യമായ ലോകത്തിലാണ്. നിങ്ങളുടെ കാടപ്പക്ഷികൾ ഇപ്പോൾ ലിവ്യാതാന്റെ തലയായിരിക്കുകയാണ്. നിങ്ങളുടെ മന്ന ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. പിടിയിടുന്നുണ്ടോ? നിങ്ങളുടെ വിടുതൽ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ഹലോ. ഇവർ ഒരു പാറയിൽ നിന്ന് കുടിച്ചു. ഒന്നല്ല, പല പ്രാവശ്യം കുടിച്ചു. പക്ഷെ പൗലോസ് ആത്മാവിൽ കാണുകയാണ്,
ദൃശ്യമായ ലോകത്തിൽ ഇവർ കുടിച്ചപ്പോൾ തന്നെ അദൃശ്യമായ ലോകത്തിൽ ഒരു പാറ, ജീവനുള്ള പാറയായി ഇവരെ അനുഗമിക്കുകയാണ്. ഇവരിപ്പോൾ കുടിച്ച് തൃപ്തരായി, മുന്നോട്ട് ഇവർക്ക് കുടിക്കേണ്ടി വരും, ദാഹം വരുമെന്ന് അറിയുന്ന ആ പാറ ഇവരുടെ കൂടെ അവരറിയാതിരിക്കെ അവരെ അനുഗമിക്കുകയാണ്. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. പറ, എൻ്റെ വിടുതൽ വരുന്നുണ്ട്, എൻ്റെ സൗഖ്യം വരുന്നുണ്ട്, എൻ്റെ നന്മ വരുന്നുണ്ട്. അദൃശ്യമായ ലോകത്തിലാണിപ്പോൾ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും, അതിനെ കാണും. ഓ, ഞാൻ ദേഹരഹിതനായിട്ടല്ല, ദേഹസഹിതനായി ഞാൻ അവനെ കാണും, ഞാൻ തൊടും, ഞാൻ രുചിക്കും, ഞാൻ ഭക്ഷിക്കും, ഞാൻ പാനം ചെയ്യും, ഞാൻ കേൾക്കും, ഞാൻ സ്പർശിക്കും, ഞാൻ അനുഭവിക്കും. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അപ്പൊ നമ്മുടെ വിടുതൽ എവിടെയാ ഇപ്പൊ ഇരിക്കുന്നേ? അദൃശ്യ ലോകത്ത്, ദൈവത്തിന്റെ അടുക്കൽ, ആത്മലോകത്ത്, സ്വർഗത്തിന്റെ അടുക്കൽ. റൈറ്റ്? നമ്മൾ എങ്ങനെ അതിനെ പ്രാപിക്കുന്നത്? വിശ്വാസത്തിന്റെ കോവേണിയിൽ കൂടി. എങ്ങനെയാ പ്രാപിക്കുന്നത്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന, നിന്റെ പേര് പറഞ്ഞോ, നിനക്ക് അവൻ പ്രതിഫലം തരുന്നവനെന്നും ആദ്യം ഉറക്കേണ്ടതല്ലയോ, നിശ്ചയിക്കേണ്ടതല്ലയോ, നിർണയിക്കേണ്ടതല്ലയോ, അറിയേണ്ടതല്ലയോ? ദൂതന്മാരുടെ ആഹാരമാണെങ്കിലും നിന്റെ വിശപ്പിന് നൽകാൻ ദൈവം ശക്തനാണ്. ലിവിയാദാന്റെ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ലിവിയാദാന്റെ, ദൈവം കളിപ്പാൻ ഉണ്ടാക്കിയ ലിവിയാദാന്റെ, ദൈവത്തിന്റെ പ്രമോദമായ ലിവിയാദാന്റെ തലയാണെങ്കിൽ പോലും നിന്റെ ആഹാരത്തിന് ആവശ്യമെന്ന് ദൈവത്തിന് തോന്നുമ്പോൾ ദൈവം അതിനെ അവിടുന്ന് തകർത്ത് ഉളവാക്കേണ്ടതിനെ ഉളവാക്കി നിന്റെ അരികിൽ എത്തിക്കുവാൻ ശക്തനാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ കാടപക്ഷികളെല്ലാം കൂടെ പറന്ന് തൊട്ടടുത്ത രാജ്യമാകുന്ന ഏദോമിലോ അമാലേക്കിലോ മോവാബിലോ ഫെലിസ്തീയ ദേശങ്ങളിലോ ഇവർ വന്ന മിസ്രൈമിലോ എല്ലാം പോയായിരുന്നെങ്കിലോ? ഗ്ലോറി, നിന്റെ അടുക്കൽ തന്നെ വരും. വന്നില്ലേ? വന്നില്ലേ? കഴിഞ്ഞ ദിനങ്ങൾ വന്നില്ലേ? വിടുതൽ വന്നില്ലേ? അല്പമെങ്കിലും വന്നില്ലേ? ഒരു പടിയെങ്കിലും വന്നില്ലേ? ഹല്ലേലൂയ, ഗ്ലോറി. ദൃശ്യമായ ലോകത്തിന് കാരണം, കാണുന്ന ലോകത്തിന് കാരണം, നീ സ്പർശിക്കുന്ന ലോകത്തിന് കാരണം, കാണുന്ന ലോകമല്ല എൻ്റെ തുടക്കമെന്ന് വരേണ്ടതിന് ദൈവമെല്ലാം തൻ്റെ വചനത്താൽ ഉളവാക്കി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഭൂമിയുടെ തുടക്കമെങ്കിൽ നിന്റെ വിടുതലിന്റെ തുടക്കവും ഇത് തന്നെയാണ്. കാരണം ദൈവം, കാരണം അദൃശ്യ ലോകം, കാരണം അദൃശ്യ ലോകത്തിലെ നീതിയുള്ള ദൈവം, കാരണം ബഹുമാന്യനാമായ ആചാര്യൻ. അമേ, കാരണം എൻ്റെ വർഷിപ്പ്, കാരണം എൻ്റെ ആരാധന, കാരണം എൻ്റെ ദൈവം. Conclude there. Sarai concluded that. അവിടെ എണ്ണ എൻ്റെ ശരീരം ദ്രവിച്ചു പോയി, എനിക്ക് സ്ത്രീകൾക്ക് വരുന്ന സുഖഭോഗ സംഭവങ്ങളൊന്നും ഇപ്പോഴില്ല, എനിക്ക് സ്ത്രീകൾക്ക് വരുന്ന ആ മന്ത്ലി സൈക്കിളൊന്നും എനിക്കില്ല, ഞാൻ വൃദ്ധയായി തീർന്നു. എവറിത്തിങ് ഈസ് ഓക്കെ. ബട്ട് വാഗ്ദത്തം ചെയ്തവൻ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനെന്ന് എണ്ണി എണ്ണി എണ്ണി. നീ എന്താ എണ്ണുന്നേ? നിന്റെ വിഷയത്തിന്റെ വിടുതൽ നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ ഏബിളാണ് എന്ന് നീ എണ്ണുന്നുണ്ടോ? ഫെയ്ത്ത്ഫുൾ ആണ്. അവിടെയാണ് ഖനം, അവിടെ വരെ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് പിടികിട്ടിയേ?
ഈ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ എങ്ങനെയാ ഗോലിയാത്തിനെ ജയിച്ചത്? ഇവന്റെ ചേട്ടൻ ജയിച്ചില്ലല്ലോ. ഇവന്റെ മൂത്ത 8ാം പ്രാവശ്യം മൂത്ത ചേട്ടൻ ജയിച്ചില്ലല്ലോ. ഇവനെങ്ങനെ ജയിച്ചേ? He concluded that my God is able than this Goliath. രാജാവിന് എണ്ണാൻ കഴിഞ്ഞില്ല. ഓ, ഒരു നല്ല സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ. What is your conclusion in your case? നിന്റെ നിർണയം എന്താ? നിന്റെ നിശ്ചയം എന്താ? നിന്റെ കൺക്ലൂഷൻ എന്താ? Is God able? Is God faithful? നിന്റെ കുഞ്ഞിന്റെ പഠന വിഷയത്തിൽ God able ആണോ? ഗ്ലോറി. തീയിൽ നിന്ന് ആരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ബട്ട് മൈ ഗോഡ് ഈസ് ഏബിൾ. വെള്ളത്തിൽ നിന്ന് ആരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ബട്ട് മൈ ഗോഡ് ഈസ് ഏബിൾ. വയർ വിൻഡിൽ നിന്ന് ആരും പുറത്തു വന്നിട്ടില്ല. ബട്ട് മൈ ഗോഡ് ഈസ് ഏബിൾ. വയർ പൂളിൽ നിന്ന് ആരും പുറത്തു വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഈ പ്രശ്നത്തിൽ ഇന്ന് വരെയും ആരും പുറത്തു വന്നിട്ടില്ല. എനിക്ക് സാക്ഷ്യങ്ങൾ വേണ്ട. എൻ്റെ ദൈവം ഗോഡ് ഈസ് ഏബിൾ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ പ്രസ്താവിക്കുന്നു. വിശ്വസിക്കുന്നവർ പറയും. പറയുന്നതെല്ലാം വിശ്വാസത്തിന്റെ ലക്ഷണമൊന്നും അല്ലെങ്കിലും വിശ്വസിക്കുന്നവൻ പറയും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സഭയിൽ ഒരേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന രണ്ടുപേരുടെ പ്രതികരണം രണ്ടായിരിക്കുന്നു. വൈ? ഒരാൾ ബോൾഡാണ്, കോൺഫിഡൻ്റ് ആണ്, സ്മൈലിയാണ്, ഹാപ്പിയാണ്. God will be എന്ന് പറയുന്ന ഒരുത്തൻ. വേറൊരുത്തൻ നിരാശനാണ്. അറിയത്തില്ല പാസ്റ്റർ, എന്താണെന്ന് അറിയത്തില്ല. എന്താ കാര്യം? അകത്ത് വചനമില്ല. അകത്ത് വാഗ്ദത്തങ്ങളെ പറ്റി ചിന്തിപ്പാനും ധ്യാനിപ്പാനും കഴിയുന്നില്ല. ഗ്ലോറി. ഒന്നുകൂടെ എബ്രായ ലേഖനം 11:1 മുതൽ വായിച്ചാട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എനിക്ക് മുമ്പ് ദൈവത്തിൽ വിശ്വസിച്ച പിതാക്കന്മാർ, നോട്ട് ഓൺലി പിതാക്കന്മാർ, പാട്രിയാർക്സ് ആൻഡ് മെട്രിയാർക്സ്, പിതാക്കന്മാരും മാതാക്കളും, അവർക്ക് എങ്ങനെയാണ് സാക്ഷ്യം ലഭിച്ചത്? അബ്രഹാമിന് സറായിക്ക് എങ്ങനെ ഇസ്ഹാക്ക് ലഭിച്ചത്? ഇസ്ഹാക്കിന് എങ്ങനെ 100 മേനി ലഭിച്ചത്? യാക്കോബ് എങ്ങനെ ആടുകളെ വർദ്ധിപ്പിച്ചത്? ജോസഫ് എങ്ങനെ പ്രൈം മിനിസ്റ്റർ ആയത്? ഗ്ലോറി. ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെ മന്ന കിട്ടിയത്? ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെ കാടപ്പക്ഷികളെ മാംസത്തിൽ ലഭിച്ചത്? ഗ്ലോറി. നിനക്കെങ്ങനെ അത് ലഭിക്കാൻ പോകുന്നത്? സ്വതന്ത്രം. ഞാൻ പറയുന്നു, ചലഞ്ച് യുവർസെൽഫ്. ഈ ചർച്ചിലുള്ള ആർക്കും ലഭിക്കാത്ത ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ, ഈ ചർച്ചിൽ ആർക്കും ഇല്ലാത്തൊരു വിശ്വാസം നീ പ്രാപിച്ച് മുന്നേറിയാൽ ഈ ചർച്ചിൽ ആർക്കും ലഭിക്കാത്ത സാക്ഷ്യം നിനക്ക് ലഭിക്കും. നിനക്കുണ്ടാകും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കൂ. ഈ വിശ്വാസം എങ്ങനെ തുടങ്ങുന്നേ? അതല്ലേ അറിയേണ്ടത്. തുടങ്ങിയല്ലേ വർദ്ധിക്കത്തുള്ളൂ. തുടങ്ങിയല്ലേ വർദ്ധിക്കാനൊക്കത്തുള്ളൂ. ദൈവം നിന്നെ ഒരു ആവശ്യങ്ങളുടെ മുൻപിൽ കൊണ്ട് നിർത്തുമ്പോൾ, ദൈവം നിന്നെ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ, അങ്ങനെ പറയാൻ കാരണം ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ദൈവം നിയന്ത്രിക്കാതെയും ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കരുത്തെ പിടിച്ച് കൊണ്ടുപോയി നിർത്തിയെന്നും അല്ല കേട്ടോ. ഞാൻ ആ പറഞ്ഞ വാക്കുകളെ ഒന്ന് വിട്ടേരെ. നീ നിന്റെ തീരുമാനം കൊണ്ടൊരു പ്രശ്നത്തിന് മുമ്പിൽ എത്തുമ്പോൾ അത് ദൈവം അറിയുകയും ദൈവം അനുവദിക്കുകയും ദൈവം നിയന്ത്രിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇത് നിന്റെ തീരുമാനമാണ് പലപ്പോഴും.
അങ്ങനെ നീ എത്തി നിൽക്കുമ്പോൾ നീ വിചാരിക്കുന്നു ഇതോടെ നീ തീർന്നു പോയി. സ്തോത്രം. ഒരിക്കൽ ഇടുക്കി, എനിക്കൊന്ന് ചെറുതോണിയാന്ന് തോന്നുന്നു, ചെറുതോണി ഡാമിൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കാൻ ഇടവന്നു. നമ്മുടെ ഒരു ശുശ്രൂഷകൻ അവിടെ അടുത്ത് താമസിക്കും. അദ്ദേഹത്തിൻ്റെ വിവാഹത്തുള്ള ബന്ധത്തിൽ പോയപ്പോൾ ചെറുതോണി ഡാം വിസിറ്റ് ചെയ്തതിന് തൊട്ട് മുമ്പിലൊരു റോഡുണ്ട്. ആ റോഡ് ഭയങ്കര ഫേമസാണ്. അതേ കൂടെ ഒരുത്തന്നെ എടുത്തുകൊണ്ട് ഓടുന്നൊരു ഫോട്ടോയൊക്കെ 2018 വളരെ ഫേമസ് ആയത്. ആ റോഡിന് ഇവിടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലിറ്ററലി മല പോലെ ഒരു കോൺക്രീറ്റ് മതിൽ നിൽക്കുകയാണ്. അതാണ് ചെറുതോണി ഡാം. അവിടെ നിന്ന് ഒരു നിമിഷം ഇതൊന്ന് ഇപ്പോൾ പൊട്ടിയാലെന്ന് ചിന്തിച്ചാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ 100 മീറ്റർ പുറകിലോട്ടോ 1000 മീറ്റർ 1 കിലോമീറ്റർ പുറകിലോട്ടോ ഒന്നുമല്ല പോകാൻ പോകുന്നത്. നേരെ ഈ കൊച്ചി വരിക. അത് പൊട്ടിയാൽ അതുപോലെ നിൽക്കുന്നത്. സ്തോത്രം. അതുപോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ല, പ്രസംഗിക്കാൻ വേണ്ടി ശൈലിക്ക് ഉണ്ടാക്കി പറഞ്ഞല്ല. ഉന്തി നിൽക്കുന്നതും, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്കായത്, ഉന്തി നിൽക്കുന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. ഇത് പോസിറ്റീവായും നെഗറ്റീവുമായും കോണോട്ട് ചെയ്യാൻ കഴിയും. ഇത് നെഗറ്റീവാണെന്നിരിക്കട്ടെ, ശത്രു അതിൻ്റെ മുഴുവൻ ഹുങ്കാര പ്രതാപത്തോടുകൂടി വരികയാണ്. ആ ശത്രു എന്ന മതിലിൻ്റെ, വെള്ളം കെട്ടി നിൽക്കുന്ന മതിലിൻ്റെ മുൻപിലൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്നാലും ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഈ ഡാമിനകത്തുള്ള മുഴുവൻ വെള്ളവും ഫ്രീസായി, ഫ്രോസണായി, ഐസായി പോകാൻ ദൈവത്തിന് കഴിയും. ഇതിനെ മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുവാൻ ദൈവത്തിന് കഴിയും. കഴിയുമോ ഇല്ലയോ? കഴിയും. അല്ല, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ട് ഓഫ് ദാറ്റ് വോൾ ഇടിയാതെ നമ്മുടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും ഒക്കെ വെള്ളം പോകുമ്പോൾ നമ്മൾ ആ ഹോളോവേക്കകത്ത് സുരക്ഷിതമാക്കി നിർത്താൻ ദൈവത്തിന് കഴിയും. കഴിയുമോ ഇല്ലയോ? ദൈവത്തിന് നിന്നെ വിടുവിക്കണമെന്ന് താല്പര്യം ജനിച്ചാൽ അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. തീ കെടുകയോ, തീയുടെ ബലം കെടുകയോ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നീ ഹെലികോപ്റ്റർ പോലെ പറക്കുകയോ, നടക്കുകയോ, വെള്ളത്തിൽ മുങ്ങാതിരിക്കുകയോ, മുങ്ങിയ നീ വെള്ളത്തിൽ ശ്വാസം കിട്ടി മൂവ് ചെയ്യുകയോ, നോ മാറ്റർ. ദൈവത്തിന് എന്ന് കഴിയത്തില്ലേ? കഴിയുമോ ഇല്ലയോ? ഇടുക്കി ഡാമിൻ്റെ കാര്യമല്ല ഇപ്പോൾ ഞാൻ ചോദിച്ചത്. നിന്റെ വിഷയത്തിന് കഴിയുമോ? നിനക്ക് വരേണ്ട വെർഡിക്റ്റ് എഴുതുന്ന ജഡ്ജിനേക്കാൾ വലിയവനാണോ നിന്റെ ദൈവം? അല്ലേ? അല്ലെന്ന് പറ. നീ ആരെ ഭയപ്പെടുന്നേ? ഭയപ്പെടുന്നെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ അദൃശ്യ ലോകത്ത് വസിക്കുന്ന നിന്റെ അദൃശ്യനായ ദൈവത്തെ ഭയപ്പെട്. അവന് മുമ്പാകെ സമർപ്പിക്ക. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നീ വിശ്വാസവുമായിട്ട് പോയാൽ അടുത്ത ആഴ്ച വരുമ്പോൾ നീ കാടപക്ഷിയും കൊണ്ടേ വരത്തുള്ളൂ. നീ പെറുക്കിയ മന്നയുമായിട്ടേ വരത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിനക്ക് വിരോധമായി നിൽക്കുന്ന കഠിന മനസ്സിനെ മൃദുല മനസ്സാക്കുന്നതാരാ? ലിവ്യാദാനെ കാടപ്പക്ഷിയാക്കുന്നതാരാ? ഗ്ലോറി, 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 ഗ്ലോറി. അല്പം ഒന്ന് സ്തുതിച്ച കർത്താവിനെ. എന്നാൽ ആദ്യ ലോ കഴിയേണ്ടത് ഇവിടെങ്ങും അല്ല. ആദ്യ ലോ കഴിയേണ്ടത് ഇവിടെങ്ങും അല്ല. ആദ്യ ലോക്ക് ഈ വിഷയത്തിൽ എന്താണ് ദൈവഹിതമെന്ന് അറിയുന്നില്ല. വാട്ട് ഈസ് ദ റിയൽ വിൽ ഓഫ് ഗാഡ്? എന്താണ് ഈ വിഷയത്തിൽ ദൈവഹിതമെന്ന് അറിയുന്നില്ല. അതാണ് ആദ്യത്തെ ലോക്ക്. അത് ആദ്യം അഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകാലെ പോവാം. സ്തോത്രം. പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്യാം. പക്ഷെ ആദ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഗ്ലോറി, ഗ്ലോറി. അതിനാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്നു പറയുന്നത്, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സ് അലിവ് ഓർപ്പിച്ച്
ഞാൻ നിങ്ങളെ എക്സോർട്ട് ചെയ്യുന്നത്, പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വെറുതെ ആരാധിക്കരുത്, ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറണം. നിങ്ങളുടെ ശരീരങ്ങളെ, അതായത് ശരീരം എന്ന് പറഞ്ഞാൽ വെറും ബോഡി പാർട്ട് മാത്രമല്ല, നിങ്ങളുടെ ലോകവുമായി, ഈ ഭൂമിയുമായി ബന്ധമുള്ളതിനെ, ദൃശ്യമായ ലോകവുമായി ബന്ധമുള്ളതിൻ്റെ മനസ്സിനെ, ശരീരത്തെ, പ്രവൃത്തികളെ, നിൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി കംപ്ലീറ്റായിട്ട് അവിടെ ചാകണം, മരിക്കണം. കംപ്ലീറ്റായിട്ട് തോലുരിക്കണം. ഐഡൻറ്റിഫൈയിങ് തിങ്സ് എല്ലാം എടുത്തു മാറ്റണം. സ്റ്റൈല്, സംസ്കാരമെല്ലാം മാറ്റണം. തോലുരിച്ച് നുറുക്കണം. യാഗപീഠത്തിന്മേൽ വെക്കണം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങൾ, അവിടെയാണ് തുടക്കം, പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അതിൻ്റെ അർത്ഥം അല്ലാതെയും സമർപ്പിക്കാൻ കഴിയും, ജീവനില്ലാത്തതിനെ അർപ്പിക്കാൻ കഴിയും, വിശുദ്ധമല്ലാത്തതിനെ അർപ്പിക്കാൻ കഴിയും, ദൈവപ്രസാദമല്ലാത്ത നിലയിലും അർപ്പിക്കാൻ കഴിയും. ആ മലയിലുമല്ല, യെരൂശലേമിലുമല്ല. ഇപ്പോൾ തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ നമസ്കരിക്കണം എന്ന് പിതാവ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അതാണ് വഴി. ഇനി ഈ ലോകത്തിന് തുടർന്ന് അനുരൂപരാകരുത്. അതൊരു ടെൻഷനാണ് അന്നും ഇന്നും. നിന്റെ തീരുമാനങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യനെ പോലെ ആകരുത്. നിന്റെ ചിന്തകൾ ഈ ലോകത്തിലെ മനുഷ്യനെ പോലെ ആകരുത്. പിന്നെന്ത് ചെയ്യണം? നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവുമുള്ള ദൈവഹിതം. അപ്പോൾ ദൈവഹിതം എന്താണ്? ഒരിക്കൽ പോലും തിന്മയല്ല, ഒരിക്കൽ പോലും അപൂർണതയുള്ളതല്ല. The will of God is never imperfect, never evil. Oh, beautiful. പൂർണ്ണതയും എന്താ? നന്മയും പൂർണ്ണതയും ദൈവപ്രസാദം. ഓൾവേസ് ദ ഡിസയർ പ്ലീസിങ് ടു ഗോഡ്. ദൈവപ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ട. അപ്പം ദൈവഹിതമാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലേ കാര്യം തുടങ്ങാൻ നോക്കൂ. അതിനെന്ത് ചെയ്യണം? മരിച്ച നിങ്ങൾ, സമർപ്പിക്കപ്പെട്ട നിങ്ങൾ, നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ ചിന്തകളെ കംപ്ലീറ്റായിട്ട് മരിപ്പിച്ച് പുതിയ മനുഷ്യനാകുന്ന ക്രിസ്തുവിൻ്റെ ചിന്തകളിൽ കൂടി കടന്നു പോകണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ദൈവഹിതം, അത് നന്മ, അത് പൂർണ്ണത, അത് ദൈവപ്രസാദം. ഏതു ഗുണ എന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണ എന്നറിവാ ഇല്ല നിന്ദിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ നടത്തി. നിന്ദിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. എൻ്റെ ഹിതം പോലെ നിന്റെ ഹിതം, നിന്റെ ഹിതം പോലെ എന്നെ എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ.
Shall we all stand together? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നെരുനീരാം വഴിയോ നീണ്ട നടയോ കുരുതോ നെരുനീരാം വഴിയോ എന്തോ നീകൾ വീശിടുന്നോ എല്ലാം എനിക്കാശീർവാദം. എന്തോ നീ വീശിടുന്നോ എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. ഹിതം പോലെയല്ലേ നിത്യം നടത്തിയിടണമേ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ഒരു മനുഷ്യന്റെ ദൃഷ്ടിയിൽ പല വഴികളും നല്ല വഴികളെന്ന് തോന്നുന്നു. എന്നാൽ പിന്നത്തേതിൽ അവനെ കൈപ്പായും ഭവിക്കും. നമ്മളോട് ചെയ്യേണ്ടത് ധൃതി പിടിച്ച് എടുത്തിയാടി ഒരു തീരുമാനത്തിലേക്ക് കടക്കാതെ കാണുന്നത്, കേൾക്കുന്നത്, രുചിച്ചത്, കുടിച്ചത്, കഴിച്ചത്, സ്പർശിച്ചത്, ധരിച്ചത്, അതിൽ നിന്ന് ഒരു ദൈവഹിതം അന്വേഷിക്കാതെ എന്താണ് അദൃശ്യ ലോകത്തിൽ നിന്ന് വചനവുമായി ദൈവം കൽപ്പിക്കുന്നത്, അതിനെ ആദ്യം മുറുകെ പിടിച്ചാൽ ഒരുപക്ഷെ തുടക്കത്തിൽ അത് അല്പം ദുഷ്കരമെന്ന് വന്നേക്കാം. എന്നാൽ പിന്നീട് നീ മനസ്സിലാക്കും അതായിരുന്നു ഏറ്റവും ശരി. നീ പൂർണ്ണ മനസ്സോടെ ആയിരിക്കത്തില്ല അത് തീരുമാനിച്ചത്, എങ്കിലും അത് പിന്നീട് ഏറ്റവും ഉയർച്ചയുടെ വഴിയായി മാറും. സമർപ്പിക്കുമോ? ദൈവം മുമ്പാകെ അദൃശ്യ ലോകത്തിൽ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുമോ? അദൃശ്യ ലോകത്തിൽ നിന്ന് ദൃശ്യലോകത്തിലേക്ക് സൃഷ്ടിപ്പിനും നിർമ്മാണത്തിനും കാരണമാകുന്ന വചനത്തിന് മുമ്പാകെ തന്നെ സമർപ്പിക്കുമോ? ദൈവം എന്നെ നിന്ന് തിരിച്ചറിയാൻ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കുമോ? ദൈവം നിന്നെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൃശ്യലോകത്തിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കൂടാതെയാണ് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, അല്ല യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ചിന്തിക്കേണ്ടതിന് പകരം യേശുവിൻ്റെ കൂടെ അനേക മാർഗങ്ങൾ, അതിലൊന്നാണ് യേശു, അനേക കോവേണി അതിലൊന്നാണ് യേശു എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, യേശു അല്ലാതെ ഒരു കോവേണി ഇല്ല. യാക്കോബ് കണ്ട കോവേണിയെക്കുറിച്ചാണ് യോഹന്നാൻ 1 യേശു കർത്താവ് പറഞ്ഞത്, നീ ഇതിലും വലിയത് കാണും. മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. യാക്കോബ് എന്ന പിതാവ് കണ്ട കോവേണി യേശുവാണ്. ഒടുവിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ വാതിൽ, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നെങ്കിൽ, ദയവായി നിന്റെ മാർഗം വിശാലമാകേണ്ടതിന്, നിന്റെ അസ്ഥിരത മാറി സ്ഥിരത ഉണ്ടാകേണ്ടതിന്, ദൈവം വെളിപ്പെടേണ്ടതിന്, നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളതായി തീരേണ്ടതിന് യേശുവിനെ സ്വീകരിക്കൂ. ഞാൻ വർഷിപ്പ് ലീഡേഴ്സിനെ ശുശ്രൂഷ കൈമാറുന്ന കർത്താവ് നമ്മളെല്ലാവരെയും